ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ലുലു ഷോപ്പിംഗ് മാളിലും HDFC ലൈഫിലും കൂടാതെ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കോഴിക്കോട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്റർ സംഘടിപ്പിച്ചിട്ടുള്ള തൊഴിൽ മേളയിലാണ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ആദ്യം ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാളിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സെയിൽസ്, ക്യാഷ്യർ, റൈഡ് ഓപ്പറേറ്റർ, ഹെൽപ്പർ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. സെയിൽസ്, ക്യാഷ്യർ, റൈഡ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ഡിഗ്രിയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്തത് ഹെൽപ്പർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SLC ആണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. ജോബ് ലൊക്കേഷൻ കോഴിക്കോടാണ്. അടുത്തത് HDFC ലൈഫിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ബ്രാഞ്ച് മാനേജർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ, ഫിനാൻസ് കൺസൾട്ടൻറ്റ്, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് കരിയർ പ്രോഗ്രാം തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ബ്രാഞ്ച് മാനേജർ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 21+ ആണ്. അടുത്തത് സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 21+ ആണ്. അടുത്തത് ഫിനാൻസ് കൺസൾട്ടൻറ്റ് പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 25+ ആണ്. അടുത്തത് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് കരിയർ പ്രോഗ്രാം തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 18+ ആണ്. കോഴിക്കോടാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ഡിയർ കെയർ അക്കാഡമിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പ്രിൻസിപ്പൽ തസ്തികയിലേക്കും നഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിലേക്കുമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSc നഴ്സിംഗും B.Edുമാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. നഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. BSc നഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. കോഴിക്കോടാണ് ജോബ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ഫ്ലോറിഡ് ബിൽഡിംഗ് സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സൈറ്റ് എഞ്ചിനീയർ, HR, ഡ്രാഫ്റ്റ്സ്മാൻ, മാർക്കറ്റിംഗ് മാനേജർ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, പ്രോജക്റ്റ് കോർഡിനേറ്റർ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്തത് HR പോസ്റ്റാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ITI അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്തത് സ്ട്രക്ചറൽ എഞ്ചിനീയർ പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. BTech അല്ലെങ്കിൽ MTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് പ്രോജക്റ്റ് കോർഡിനേറ്റർ പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. BTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. ജോബ് ലൊക്കേഷൻ ഓൾ ഇന്ത്യയും കാലിക്കറ്റുമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ജാനുവരി 17, 2026 രാവിലെ 10:30 മുതൽ 1 മണി വരെയാണ്. സ്ഥലം എംപ്ലോയബിലിറ്റി സെൻറ്റർ കോഴിക്കോട് വെച്ചിട്ടാണ്. എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തവർ ഇൻ്റർവ്യൂവിന് റെസിപ്റ്റ് ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.